ഹായ് ഹലോ മിസ്സസ് മലോ മിസ്റ്റർ കാനഡയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ കാനഡയിൽ വന്നതിന് ശേഷം എല്ലാ വർഷവും ക്രിസ്മസ് ട്രീ ഒരുക്കാറുണ്ട്. പിന്നെ വീടിൻ്റെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീയെ നമുക്ക് മൊത്തത്തിലൊന്ന് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ മുൻവശത്തുള്ള ഒരു ഭാഗത്താണ്. ഇവിടെ ജനൽ പോലെ ഒരു സംഭവം ഉണ്ട്. ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. ഇവിടെയും ഞാൻ ക്രിസ്മസ് ഡെക്കർ ഐറ്റംസ് വെക്കാറുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ TV റൂമിലാണ്. അപ്പോൾ ഇവിടെയും ഒരു സ്പേസ് ഉണ്ട്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു സ്ഥലത്തും ഞാൻ ക്രിസ്മസ് ഡെക്കറേറ്റീവ് ഐറ്റംസ് വെക്കാറുണ്ട്. കണ്ടാൽ സോക്സ് പോലെ തോന്നുന്ന ഈ ഒരു സംഭവത്തിൻ്റെ പേര് സ്റ്റോക്കിങ്സ് എന്നാണ്. ഇത് നമുക്കിങ്ങനെ ഹാങ് ചെയ്തിടാം. നേരത്തെ കാണിച്ചു തന്ന സ്പേസിലും ഈ ഒരു സ്പേസിലുമാണ് ക്രിസ്മസ് ഡെക്കറേറ്റീവ് ഐറ്റംസ് എല്ലാ വർഷവും ഞാൻ വെക്കാറുള്ളത്. പിന്നെ എനിക്കൊരു കുട്ടി ടേബിൾ ഉണ്ട്, അവിടെയും കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ് വെക്കാറുണ്ട്. ക്രിസ്മസിന് എല്ലാവരുടെ വീട്ടിലും ഒരു ട്രീയും കാണും, ഇതുപോലുള്ള സ്റ്റോക്കിങ്സും കാണും. എൻ്റെ വീട്ടിൽ 3 പേരാണുള്ളത്. അപ്പോൾ 3 പേർക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റോക്കിങ്സ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഈ ഒരു സ്റ്റോക്കിങ്ങിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുട്ടി കുട്ടി ക്രിസ്മസ് ഗിഫ്റ്റുകൾ നമുക്കിതിൽ വെച്ചു കൊടുക്കാം. ഇതൊക്കെയാണ് ഈ വർഷത്തെ ക്രിസ്മസ് ഡെക്കർ ഐറ്റംസ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ പിടികിട്ടി കാണും, ഞാനൊരു റെഡ് ആൻഡ് വൈറ്റ് തീമിലാണ് ഈ വർഷത്തെ ക്രിസ്മസ് ട്രീ ഒരുക്കാൻ പോകുന്നത്. ഈ വർഷം നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ ഒരുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലായിട്ടുള്ള ക്രിസ്മസ് ഓർണമെൻറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സാന്റാവില്ലെ എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ പോയപ്പോൾ അവിടെ ഒരുപാട് വെറൈറ്റി ക്രിസ്മസ് ഓർണമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഈ ഒരു ക്രിസ്മസ് ഓർണമെൻറ്റ്സിൻ്റെ പ്രത്യേകത നമുക്കിഷ്ടമുള്ള റൈറ്റിങ്സ് അതിൽ എഴുതി പിടിപ്പിക്കാം. ഞാനൊന്നും ചിന്തിച്ചില്ല, നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ എഴുതി വാങ്ങിച്ചു. അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസ് ട്രീയിൽ ഈ ഒരു ക്രിസ്മസ് ഓർണമെൻറ്റ്സ് വെച്ചുകൊണ്ട് നമുക്ക് ബാക്കി ഒരുക്കങ്ങൾ തുടങ്ങാം. ഞാൻ കാനഡയിൽ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് ഈ ട്രീ വാങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ട്രീക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. പലതരത്തിലുള്ള കളർ ബൾബുകൾ ഓൾറെഡി ഇതിൽ ചുറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ വർഷവും മെനക്കെട്ടിരുന്ന് ഈ ഒരു ലൈറ്റ് ചുറ്റുന്ന പരിപാടി കുറഞ്ഞു കിട്ടി. വെള്ള നിറത്തിലുള്ള ക്രിസ്മസ് ഓർണമെൻറ്റ്സ് എല്ലാം ഞാൻ ട്രീയിൽ തൂക്കിയിട്ടു. എന്നിട്ട് അടിമുടി എൻ്റെ ട്രീയെ ഞാൻ നോക്കി. വൈറ്റ് ഓർണമെൻറ്റ്സ് മാത്രം തൂക്കിയിട്ടപ്പോൾ ട്രീ കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു. എന്തായാലും ഈ വർഷം റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ട്രീ ഒരുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ആ ഒരു തീമിൽ തന്നെ ക്രിസ്മസ് ട്രീ ഒരുക്കി. ഞാൻ ഈ ഒരു ട്രീ ഒരുക്കി തുടങ്ങിയപ്പോൾ വെട്ടം ഉണ്ടായിരുന്നു, ഒരുക്കി തീർന്നപ്പോൾ വെട്ടമൊക്കെ പോയി കേട്ടോ. പിന്നെ വേറൊരു ദിവസം നല്ല വെട്ടം ഉണ്ടായിരുന്ന ദിവസം ട്രീ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രിയിൽ ട്രീ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ടും ട്രീ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ട്രീ പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. ക്രിസ്മസ് ട്രീയിലെ ലൈറ്റൊക്കെ ഓൺ ചെയ്ത് മിന്നി നിൽക്കുന്ന ക്രിസ്മസ് ട്രീ ആണ് കാണാൻ അടിപൊളി. നിങ്ങളും കത്തി നിൽക്കുന്ന ആ ഒരു ക്രിസ്മസ് ട്രീയുടെ ലുക്ക് ഒന്ന് കണ്ടു നോക്കൂ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വീടിനുള്ളിലെ മറ്റ് ക്രിസ്മസ് അലങ്കാരങ്ങൾ കൂടി നമുക്ക് കാണാം.
ട്രീയുടെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത്രയും നേരം നിങ്ങൾ കണ്ടത് എൻ്റെ വീടിനുള്ളിലെ ക്രിസ്മസ് അലങ്കാരങ്ങളാണ്. ഇനി നമുക്ക് വീടിന് പുറത്തുള്ള കുറച്ച് ക്രിസ്മസ് വൈബ് കൂടി കാണാം. നിങ്ങൾ കാണാൻ പോകുന്ന വീടുകളൊക്കെ എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള വീടുകളാണ്. മനോഹരമായിട്ട് ക്രിസ്മസ് ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു വീഡിയോ ഇന്ന് രാത്രി ഞാൻ പോയി ഷൂട്ട് ചെയ്തതാണ്. നല്ല മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. മഞ്ഞ് പെയ്യുന്ന രാത്രിയിൽ ഈ ഡെക്കറേഷൻസ് ഒക്കെ കാണാൻ കിടുവായിരുന്നു. മിക്ക വർഷങ്ങളിലും ക്രിസ്മസിനോട് അടുത്തുള്ള ദിവസങ്ങളിൽ മഞ്ഞ് പെയ്യാറുണ്ട്. ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്